ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ടില്ല, സമയം 9:16 അപ്പോൾ ഏതായാലും ഇത്ര ലേറ്റായ സ്ഥിതിക്ക് ഇനി ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നേന്ത്രപ്പഴവും നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പഴം നെയ്യിലിട്ട് വാട്ടിയിട്ട് അതും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ വർക്കിലേക്ക് ഇറങ്ങി. ഗൈസ്, നമ്മൾ കറക്റ്റ് 10 മണിയായിട്ടുണ്ട്, 10:02 നമുക്ക് ഊബറൊക്കെ ഓണാക്കി വെക്കാം. ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കഴിഞ്ഞത്. അങ്ങനെ ഊബർ ഓണാക്കി, റാപ്പിഡോയും ഓണായി. അപ്പം നമ്മൾ ഇന്നലെ CNG അടിച്ചിട്ട് ഇന്നലെ നമുക്ക് അത്യാവശ്യം കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. 172 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. പിന്നെ ബിയിൽ 232 കിലോമീറ്റർ നമ്മൾ ഇന്നലെ ഓടിയിട്ടുണ്ട്. വണ്ടി വീട്ടിൽ നിന്ന് ഇറക്കിയപ്പോൾ അത് നമുക്ക് 0 ആക്കിയിടാം. പിന്നെ CNG 150 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 232 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഏണിങ്സും നമ്മൾ ഇന്നലെ ഓടിയിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് നമ്മളെ സ്പോട്ടിലെവിടെയെങ്കിലും പോയി നിൽക്കാം. നല്ല ചൂടുണ്ട്, ഗ്ലാസ്സൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഫസ്റ്റ് ട്രിപ്പ് അടിക്കട്ടെ. ഏതെങ്കിലും അടിക്കുക, എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ഊബർ തന്നെയാണ് അടിച്ചത്. ഒരു ജോസാണ് അടിച്ചത്, മറ്റേ കലൂരിലേക്കാണ്. 1 കിലോമീറ്ററും കൂടി ഉണ്ട് പിക്കപ്പ്. ഞാൻ ഇന്നലെ ഇവിടെ അജ്മലിൽ വെയിറ്റ് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, അപ്പം വന്നപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചു. അവിടെ നല്ല തണലുണ്ട്, അപ്പോൾ അവിടെ പോയി തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇനി 800 മീറ്ററും കൂടി ഉള്ളൂ പിക്കപ്പിനുള്ളത്. കലൂരിലേക്കാണ്. മാച്ച് ട്രിപ്പാണ് വന്നത്. ഫസ്റ്റ് തന്നെ 150 എന്തോ ക്യാഷ് ഉണ്ട്. എന്തായാലും ആളെ പോയി പിക്ക് ചെയ്യട്ടെ. ഫസ്റ്റ് ട്രിപ്പാണ് അത്. നമുക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നത് കലൂരിലേക്കായിരുന്നു. കലൂര് അവിടെ ഒരു പള്ളി ഉണ്ടല്ലോ, ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അവിടെ ചൊവ്വാഴ്ചകളിലാണ് പരിപാടി ഉണ്ടാവാറ്. ആ പള്ളിയിൽ നല്ല തിരക്കുണ്ടാവലുണ്ട് ചൊവ്വാഴ്ച. ഈ കലൂര് ഭാഗത്തോടെ പോകുമ്പോൾ രാത്രി 8 മണി വരെ കഴിഞ്ഞ് തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്ക് CNG വാണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കട്ടലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ടീ ബ്രേക്കിൽ ഇട്ടിക്കാണ്. നല്ല നേരെ വൈറ്റില പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റില ജനതാ പമ്പിലേക്കാണ് പോണത്. അപ്പോൾ നമുക്കതിന് കിട്ടിയത് 169 രൂപയാണ്. നമുക്കതിന് കിട്ടിയത് 159 രൂപയാണ് ടോട്ടൽ ക്യാഷ്. 10 രൂപ കമ്മീഷൻ ഊബർ. ബാക്കി 169 നമുക്ക്. ടീ ബ്രേക്കിൽ ഇട്ടേക്കാണ് ഇപ്പോൾ. ഇനി ഒരു പുള്ളിമ്പാടുള്ളൂ CNG. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ ജനത എത്താനായിട്ടുണ്ട്. ഇനി CNG അടിച്ചിട്ട് ഓണാക്കുന്നുള്ളൂ. നമ്മളിവിടെ പമ്പിലെത്തിയിട്ടുണ്ട്. മുമ്പിൽ 2 വണ്ടിയുള്ളൂ, അടിച്ച് കയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ടീ ബ്രേക്ക് ഓണാക്കി വെക്കാം. ഇനി ട്രിപ്പ് അടിച്ച കസ്റ്റമറെ വിളിച്ച് പറയാം പമ്പിലാണെന്ന് പറയാം. അത്ര അർജൻറ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോട്ടെ. പോവൊന്നുമില്ല. ഇനി ഇവിടുന്ന് കൂടുതൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കാതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലുണ്ട്, വെൽകെയർ ഹോസ്പിറ്റൽ. ചിലപ്പോൾ അവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും CNG അടിച്ചിട്ട് എവിടെ സ്പോട്ട് നോക്കിയിട്ട് നിൽക്കാം. അങ്ങനെ നമ്മൾ CNG അടിച്ചു. 648.18 രൂപയാണ് ആയത്. 187 കിലോമീറ്റർ നമ്മൾ ഇന്നലത്തേൽ ഓടിയിട്ടുണ്ട്. അത് 0 ആക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് എയർ അടിക്കണം. കുറേ ദിവസമായി എയർ അടിച്ചിട്ട്. അപ്പോൾ എയർ അടിച്ചിട്ട് തുടങ്ങാം. ഏതായാലും ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട്. 169 രൂപയാണ് ഇന്ന് ഏൺ ചെയ്തത്. 11 മണിയായി സമയം. ലൈറ്റായിട്ട് ഇറങ്ങിയില്ല. അപ്പോൾ ഇന്നലത്തെ പോലെ ഇന്നൊരു 10-11 മണി വരെ ഓടാനുള്ള പ്ലാനുണ്ട്. എയർ അടിക്കട്ടെ. കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു. നമ്മൾ അക്സെപ്റ്റ് റേറ്റ് 98 ഉണ്ടായിരുന്നു. ഇന്നാൾ നമുക്ക് മറ്റേ നമ്മളെ റിനേമഡ് സിറ്റിയിൽ നിന്ന് ഒരു 100 രൂപയുടെ ട്രിപ്പ് അടിച്ച് അതെടുത്ത് ആളെ പിക്കാൻ പോയപ്പോൾ ഉണ്ട് വീണ്ടും ട്രിപ്പ് അടിക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ട്രിപ്പ് ക്യാൻസൽ ആയിക്കുക. അതൊന്നും എടുത്തത് റെഡി ആയില്ല, എന്താ സംഭവം എന്നാവും. അപ്പോൾ വീണ്ടും ആ 100 രൂപയുടെ ട്രിപ്പ് വീണ്ടും വന്ന് ജസ്റ്റ് 2 സെക്കൻഡ്. മാച്ച് ട്രിപ്പ് അല്ല, സാധാ ട്രിപ്പ് തന്നെ. പക്ഷേങ്കിൽ 2 സെക്കൻഡ് വന്ന് പോയി. ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ വീണ്ടും അക്സെപ്റ്റ് റേറ്റ് കുറഞ്ഞ് 98 ഉണ്ടായിരുന്നു, 97 ആയി. റേറ്റിംഗ് പിന്നെ ഒന്നും ആയിട്ടില്ല, അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. റിപ്പോർട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ 3413 ട്രിപ്പ് എടുത്തു. പിന്നെ ഇവിടെ കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആൾക്കാർ കസ്റ്റമർ ഇട്ടത്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. എയറും കാര്യങ്ങളൊക്കെ അടിച്ചു. നമുക്ക് ഒരു റെൻ്റൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് കോൾ ചെയ്തോട്ടെ, എങ്ങനെ സംഭവങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹലോ
ആ മെട്രോ സ്റ്റേഷന്റെ താഴെയാണോ വൈറ്റില? ഹലോ, മെട്രോ സ്റ്റേഷന്റെ മുൻപുണ്ട്. മുൻപുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇത് എവിടേക്കായിരുന്നു ഡ്രോപ്പ്? എവിടേക്കായിരുന്നു? ഹലോ ഹലോ, ഡ്രോപ്പ് എവിടേക്കായിരുന്നു? ഡ്രോപ്പ് ഇവിടെ ഒരു മരട് അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലെ കുറച്ച് പല സ്ഥലം. ഒരു മിനിറ്റ്. ഹലോ ഹലോ. നമ്മളിപ്പോ ഒരു 4 മണിക്കൂറിലേക്ക് വേണ്ടി രണ്ടല്ലേ എടുത്തിരിക്കുന്നത്. അങ്ങനെ അല്ലേ? അപ്പൊ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലേ? അതെ. ഓക്കെ. ഇവിടെ അടുത്തുള്ള കുറച്ച് ITIs പോണം. ഓക്കെ ഓക്കെ. പേരോ. ഓക്കെ. ഷോ നമ്മൾ ആദ്യം കരുതിയത് നമുക്ക് ഒരു സ്റ്റോപ്പുകൾ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അത് ചിലപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പിൻ്റെ സ്ഥലം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അവർക്ക് കുറേ സ്ഥലത്തേക്ക് പോകാനുണ്ട്. നഷ്ട ട്രിപ്പാണ്. 1000 രൂപ കണ്ടത്. 3:30 കഴിയുള്ളൂ. സമയം 11:30, 12:30, 1:30, 2:30, 3:30. കറക്റ്റ് 4 മണിക്കൂർ. 50 കിലോമീറ്ററാണ് ലിമിറ്റ് ഉള്ളത്. അത് കഴിഞ്ഞ കിലോമീറ്ററിന് 14 രൂപ വെച്ചും കൂടും. സമയം 1 മിനിറ്റിന് 3 രൂപ വെച്ചും കൂടും. ഞാൻ അതിന് മുമ്പ് പോയിൻ്റെ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാട്ടോ പറഞ്ഞാൽ. അങ്ങനെ തന്നെ ആയിരിക്കും സാധാരണ ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ ഒരു പിൻ നമ്പർ അടിച്ചാൽ ആ ഡീറ്റെയിൽസ് കാണാൻ കഴിയുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, വേറെ ട്രിപ്പൊന്നും അടിയണില്ലല്ലോ. ഞാൻ എന്താ കരുതിയെന്നോ, ഒരു സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള ഒരു ക്യാബ് ബുക്ക് ചെയ്യും. നാളെ ആലുവ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് തിരിച്ചും ബുക്ക് ചെയ്യാൻ വണ്ടി കിട്ടുമോയെന്ന് അറിയാത്തതുകൊണ്ട് ഒരു പള്ളിയിലേക്ക് പോകാനായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖം. നമുക്ക് ആ പള്ളിക്ക് എവിടെയെങ്കിലും നല്ല സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ഇരുന്നിട്ട് ഫോണുമ്പോൾ കളിച്ചിരുന്നാൽ മതി. അവരെ റിട്ടേണും അവരാക്കുക, പരിപാടി കഴിഞ്ഞ്. അന്ന് എനിക്ക് ലാഭമായി, കിലോമീറ്റർ ലാഭമായി. വണ്ടി ഓടുന്നില്ലല്ലോ, അതിനനുസരിച്ചൊക്കെ പൈസ നമുക്ക് കിട്ടല്ലേ. പക്ഷേങ്കിൽ ഇവർക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാണ്ടെന്ന് പറഞ്ഞേ. അതാണൊരു വള്ളി. ചിലയിടത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നതിനനുസരിച്ചൊക്കെ കിലോമീറ്റർ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടൂല. വേറെ എവിടെയെങ്കിലും റോഡ് സൈഡിലൊക്കെ നിർത്തേണ്ടി വരും. നാളെ അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ട്രിപ്പ്. ഇതുപോലെ 2 പെണ്ണുങ്ങൾ. അവർക്ക് എന്തോ ടാർഗറ്റ് ഉണ്ട്, ഒരു ദിവസം ഇത്ര സ്ഥലത്ത് പോകണമെന്ന്. അതുപോലെ തന്നെ സെയിം പരിപാടിയാണ് ഇവരുതും. ഇവരിപ്പോൾ അതാ പറഞ്ഞത്, ഏതോ ITൻ്റെ ഇവിടേക്കൊക്കെ ഓഫീസുകളിലൊക്കെ പോകാണ്ടെന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഓഫീസും അറിയില്ല. അതിങ്ങനെ ലൊക്കേഷൻ നോക്കിയാണ്ടൊക്കെ പോകേണ്ടി വരും. ഇന്നാളെ അങ്ങനെ ആയിരുന്നു. ഇവരിഞ്ഞ് എങ്ങനെയെന്ന് അറിയില്ല. എന്തായാലും ചെന്ന് നോക്കാം. ഇതാണ് നമ്മൾ റെൻ്റൽ ട്രിപ്പിൻ്റെ കസ്റ്റമേഴ്സ്. സ്ഥലം അറിയില്ല, ഒരു തേങ്ങ അറിയില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെൻ്റൽ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് മരടിലേക്കാണ്. എന്താ ITI, ഗവൺമെൻറ് ITI മരട്. ഇവർക്ക് ലൊക്കേഷനൊന്നും അറിയില്ല. മരട് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ് മറ്റേ എവിടേക്ക് ഫസ്റ്റ് മരടേക്ക് അന്വേഷിച്ചു. മരടക്കും പിന്നെ കുറച്ച് അരൂർ ചേർത്താൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ. സ്ഥലങ്ങൾ നിങ്ങൾ പറയണേ, സ്ഥലങ്ങൾ ഇതിൽ കാണിക്കൂല പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ റേറ്റ് കഴിഞ്ഞ അടുത്തത് റേറ്റ് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, അതിൽ മാപ്പ് ഇട്ടിട്ടില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു മാപ്പ് ഇട്ടിട്ടുണ്ട്. അവർ ഫസ്റ്റത്തെ ലൊക്കേഷൻ, ഡ്രോപ്പിൻ്റെ ലൊക്കേഷൻ മരടിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പം ഉണ്ട്, ഞാൻ അത് നോക്കാമെന്ന്. അത് നോക്കി ഇങ്ങനെ പോകുന്നു. ലാസ്റ്റ് ഒരു ഫാക്ടറിൻ്റെ മുമ്പൊക്കെ എത്തി. അപ്പോൾ അവർ ഫോണുമ്പോൾ കളിച്ചിരിക്കുക. അവർക്കൊരു മൈൻഡും ഇല്ല. ഞാൻ പറഞ്ഞു ഇതല്ലേ ചോദിച്ചു, സ്ഥലം എത്തി ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല, അത് നിങ്ങൾ മാപ്പില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു മാപ്പുള്ള സ്ഥലം ഇവിടെയാണ്, കറക്റ്റ് എത്തിയിട്ടുണ്ട്. ആ റെഡ് പിന്നെ നമുക്ക് കാട്ടിക്കൊടുത്തു. ഇവിടെയാണ് ഇത് കാണിക്കുന്നതാണ്. ഇതൊന്നല്ല, വേറെ സ്ഥലമാണ് പറഞ്ഞു. ഞാൻ പെട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വേറെ സ്ഥലമാണ്, ഇട്ട ലൊക്കേഷനൊന്നുമല്ല. അപ്പോൾ ഞാനവിടെ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ITI തൊട്ടപ്പുറത്താണ്, അപ്പുറത്തെ റോഡ് കൂടി പോകണം, അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ കാണിക്കുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പോയതാ. ലാസ്റ്റ് ഇവിടെ എത്തി. ഇവിടെ ബിൽഡിങ്ങിൻ്റെ എന്തൊക്കെയാ പണിയൊക്കെ നടക്കുന്നുണ്ടോ ബാക്കിൽ? അത് കുട്ടിയാണ്, അവിടെ പണി നടക്കുന്നുണ്ട്. ഇത്ര വരെ എത്തുള്ളൂ. ആ കാണുന്ന ബിൽഡിങ്ങാണ്. കുറച്ചൊരു 100 മീറ്റർ നടക്കാനുള്ളൂ. എന്നിട്ട് അവിടെ കമ്പിയും കല്ലൊക്കെ ഉണ്ട്. കുറച്ചുകൂടി മുമ്പേക്ക് കേട്ടിട്ട് ഇങ്ങനെ പൊളിയുന്നുണ്ട്. പിന്നെ എടുത്തും പോയി ട്രിപ്പ് 3:30 കഴിയും. കറക്റ്റ് 3:30 ആകുമ്പോൾ സമയം കഴിഞ്ഞു പറയാണ്ട് നിർത്തിക്കണം. എങ്ങനെയാലും വേണ്ടിയില്ല തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ട്രിപ്പ് എടുത്തു. ഇനിയിപ്പോൾ പെട്ടെന്ന് ട്രിപ്പ് 3:30 4 മണിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്തിട്ട് വേഗം വീണ്ടും 1500 റുപ്യക്ക് ഓടിയാലുള്ളൂ. 3000 റുപ്യ ആവുള്ളൂ ഇന്നത്തെ ടാർഗറ്റ്. മറ്റേത് 160 നമുക്ക് കിട്ടിയ ഫസ്റ്റ് ട്രിപ്പിന്. ഇതിന് 1000 രൂപ കിട്ടും. ഇനി ഇതിൽ അരൂർ ചേർത്തല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. പിന്നെ അപ്പോൾ ടോള് ചേർത്തലൊക്കെ പോയി വരുമ്പോൾ എന്തായാലും 50 കിലോമീറ്ററിൻ്റെ മേലെ ആവും. ഇത് കറക്റ്റ് കിലോമീറ്ററിൻ്റെ പൈസ കൂടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിയിട്ട് വാങ്ങും. ഇനി ടോളിൻ്റെ പൈസ ഉണ്ടാവും. റെൻ്റൽ ട്രിപ്പിന് ടോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ടോൾ ഉണ്ടെങ്കിൽ നഷ്ടമാണ്. അത് കസ്റ്റമർ കെയറിനൊന്ന് വിളിച്ച് നോക്കട്ടെ. ടോൾ എക്സ്ട്രാ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ രവിലോട്ട് അടുത്തതല്ലേ. അല്ലെങ്കിൽ വലിയൊരു രസത്തിലല്ല പോണത്. ഒലക്ക ഇനി എത്ര സ്ഥലം ഉണ്ടോന്നാവോ.
ടോളിൻ്റെ കാര്യത്തിൽ തല്ലുകൂടണ്ട. അത് ഞാൻ വിളിച്ചു നോക്കുമ്പോൾ ടോൾ ഇൻക്ലൂഡിങ് ആവുന്ന പറഞ്ഞത്. അതിൽ പോയി കഴിഞ്ഞാൽ ടോൾ വഴി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടോൾ നിങ്ങളിലേക്ക് ഇതാവുന്ന പറഞ്ഞത്. സംഭവം എയർപോർട്ടിൻ്റെ ടോൾ പോലെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കമ്മീഷൻ കുറവായിരിക്കും. ഊബറിൻ്റെ കമ്മീഷൻ കൊടുക്കുമല്ലോ, അതിൽ നിന്നായിരിക്കും അത് കുറക്കുക. അപ്പോൾ ടോൾ ഇൻക്ലൂഡിങ് ആണെന്ന് പറഞ്ഞത്. അതപ്പോൾ അതിന് തല്ലുകൂടേണ്ട ആവശ്യമല്ല. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോരുമ്പോൾ അരൂര് ടോൾ എത്ര 65-55 അപ്പോൾ ഇനിയിപ്പോൾ അവർ വരട്ടെ. എത്ര സമയം എടുക്കുന്നതാവും? 4 മണിക്കൂറാണ് സമയമുള്ളത്. അതവരോട് പറയണം ആവാൻ നേരത്തെ. കേസ് നമ്മൾ ലാസ്റ്റ് ഡ്രോപ്പിലാണുള്ളത്. 3:35 ആയിട്ടുണ്ട് സമയം. മറ്റേ ഇവരിവിടെ എത്തിയിട്ട് സമയം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടും. 1 കിലോമീറ്റർ 50 കിലോമീറ്ററാണ് ഇതിൽ ലിമിറ്റ് ഉള്ളത് ഈ പാക്കേജിൽ. അപ്പോൾ 50-ന് മേലെ 1 കിലോമീറ്റർ പോയാൽ 1 കിലോമീറ്ററിന് 14 രൂപ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി കൂടും. അതേപോലെ 4 മണിക്കൂറാണ് സമയം. 3:32 കഴിയേണ്ടതാ. അപ്പോൾ ഇവിടെ എക്സ്ട്രാ എന്ന് കാണിക്കുന്നുണ്ട്. അടിയിൽ എക്സ്ട്രാ 3 രൂപ എന്ന് കാണിക്കും. കിലോമീറ്ററിന് 14 രൂപയും മറ്റേ 1 മിനിറ്റിന് എക്സ്ട്രാ 3 രൂപയാണ്. അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട്, ഓട്ടോമാറ്റിക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിലോമീറ്റർ എന്തായാലും 50-ന് മേലെ കയറും. അപ്പോൾ എന്തായാലും 1000 റുപ്യാണ് നമുക്ക് സാധാരണ റേറ്റ് കണ്ടത് 50 കിലോമീറ്ററും 4 മണിക്കൂറിനും. അപ്പോൾ അത് കൂടുമ്പോൾ എന്തായാലും 1300 ഒക്കെ ആവുമായിരിക്കും. 1300 ആവുള്ളൂ, അത്രേ ആവുള്ളൂ. ചിലപ്പോൾ ഊബറിൽ ഓട്ടോമാറ്റിക് കൂടുമ്പോൾ കുറച്ചേ കൂടുള്ളൂ. കറക്റ്റാ 14 റുപ്യയും 3 രൂപ ഒന്നും വെച്ചിട്ട് കറക്റ്റ് കയറാറില്ല. ഒരു വട്ടേ എനിക്ക് കറക്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ടോള് ഇൻക്ലൂഡിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവസ്ഥ അറിയില്ല. ഒക്കെ അവിടെ പോയിട്ട് കറക്റ്റ് കണക്ക് കൂട്ടിയിട്ട് ഇവരെ ഞാൻ വണ്ടിയിൽ നിന്ന് പറഞ്ഞു വിടുള്ളൂ. ഇപ്പോഴാണ് ഒരു ചായയും ഒരു ഉള്ളിവടയും കഴിച്ചു. പിന്നെ ഒരു ഫിസും വാങ്ങിയിട്ടുണ്ട്. അവരൊക്കെ നേരത്തെ ഊണയിക്കാൻ പോയി. ചിലവരൊക്കെ ഊണയിക്കാൻ വിളിക്കും, ഇവര് വിളിച്ചില്ല. അത് വിളിച്ചാലും പോകൂല. ഇവരെ 2 ലേഡീസാണ്, ടീച്ചർമാരാണ്. ഒരു തമിഴ് ടീച്ചറും ഒരു ആളെ ബാഗ് കൂടെ വെച്ചിട്ടുണ്ട്, ഒരു മലയാളി ടീച്ചറും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചില ഈ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ഇങ്ങനെ പാക്കേജ് ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ കൂടുതലും. ഇന്നാളും ഇതേപോലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു, അവർ 2 ലേഡീസ്. അത് മറ്റേ പഞ്ചായത്തിൻ്റെ എന്തൊക്കെയാണ്, സ്ഥലങ്ങളും അറിയില്ല. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി. ഇത് എന്താ, നമുക്ക് കറങ്ങണീന് നമുക്ക് പ്രശ്നമല്ല. കിലോമീറ്ററിന് പൈസ കയറും, മറ്റേ സമയത്തിനും എക്സ്ട്രാ പേയ്മെൻറ്റ് കയറും. അതുകൊണ്ട് നമുക്ക് എത്ര കറങ്ങിയാലും കുഴപ്പമില്ല. ഇനി കിലോമീറ്റർ കൂടിയാലും പ്രശ്നമല്ല. ഇതിലിപ്പോൾ 2 സ്കൂൾ, ഒരു സ്കൂൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. കുറേ യൂട്ടൺ അടിച്ച് നോക്കി കിട്ടിയില്ല. നമ്മൾ ഇനിയും യൂട്ടൺ അടിക്കാൻ മറ്റേ തയ്യാറാണ്. നമുക്ക് പൈസ കിട്ടുമല്ലോ കിലോമീറ്ററിന്. ഏതായാലും ടൗണിൽ വലിയ ഓട്ടമൊന്നും ഇല്ല എന്നൊക്കെ എല്ലാവരും പറയണേ. ഏതായാലും ഇപ്പം ഇനി ഇത് കഴിഞ്ഞാൽ നേരെ വൈറ്റിലെ മെട്രോ സ്റ്റേഷൻ അവരെ പിക്ക് ചെയ്ത് അതേ സ്പോട്ടിൽ അവിടെ കൊണ്ടുപോയാക്കുക, പേയ്മെൻറ്റ് വാങ്ങുക, അടുത്ത ട്രിപ്പ് എടുക്കുക. അപ്പം ശരി, നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. 4:52 സമയം. കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഒരു ചോദ്യം, 1502 ഊബറിൽ കാണിച്ചത്. അത് ഒന്ന് കണക്കൂട്ടി നോക്കണം. അപ്പോൾ 1502 പറഞ്ഞിട്ടാ ചേച്ചി പേയ്മെൻറ്റ് ചെയ്യണ ചേച്ചി ഭയങ്കര നോക്കല്. ഇതിൽ കാണിക്കുന്നില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ക്ലോസ് ചെയ്തുകൊണ്ട് കാണിക്കില്ല, അതിൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടാവുന്നതാണ്. 1501.82 പൈസയാണ്. അപ്പോൾ 1502 പറഞ്ഞു. എന്നിട്ട് നോക്കിയിട്ട് 1501 ഓക്കെ പറഞ്ഞു. ആ ഉറുപ്പ്യ കുറച്ചോളൂ, കുഴപ്പമില്ല പോട്ടെ. എന്നിട്ട് അത് പേയ്മെൻറ്റ് ചെയ്തു. അപ്പം മറ്റേ ചേച്ചി പറയണേ, ഇന്നത്തെ ഒരു ഓട്ടം മുഴുവൻ കഴിഞ്ഞൂലേ, അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെ, വണ്ടിൻ്റെ റെൻ്റ് തന്നെ ഉണ്ട് 700 റുപ്യ, 3000 റുപ്യൊക്കെ ഓടിയാലും എന്തെങ്കിലും ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇനി ഓടണല്ലേ, എന്നാൽ പിന്നെ അടുത്ത ഓട്ടം ഞാൻ നോക്കിക്കോ, ഇവിടെ തന്നെ കിട്ടും എന്ന് പറഞ്ഞു. 700 റുപ്യ വെറുതെ റെൻ്റ് എന്ന് പറഞ്ഞു. ഓരോ ബോധി 1500 റുപ്യ ആയി. വലിയ പൈസ ആയി. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞെന്നില്ല ചിന്തയില്ല. റെൻ്റ് എന്ന് പറഞ്ഞാൽ മതി, നമ്മളെ വണ്ടി എന്നൊന്നും പറയണ്ട. റെൻ്റ് എന്നൊക്കെ പറഞ്ഞ് തള്ളി വിട്ടിട്ടുണ്ട്. എന്ത് കഥ, ഞാൻ ഒന്ന് കണക്കൂട്ടി നോക്കട്ടെ. 4 മണിക്കൂറിൻ്റെ ട്രിപ്പായിരുന്നു. അത് 5 മണിക്കൂർ 15 മിനിറ്റ് കൊടുത്തു. 50 കിലോമീറ്ററാണ് ഇതിലുണ്ടാവുക. 58.55 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടോള് പിന്നെ 90 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് 50 പോയി, ഇങ്ങോട്ട് 20 പോയി. 60, 70 റുപ്യ ആയിട്ടുള്ളൂ. അപ്പോൾ 20 റുപ്യ അതിൽ ടോള് എക്സ്ട്രാ വന്നിട്ടുണ്ട്. 1501 ക്യാഷ് കളക്റ്റും 1332 രൂപയാണ് നമുക്ക് കിട്ടിയത്. കാണുമെന്നറിയില്ല. അപ്പോൾ അതൊന്ന് കണക്കൂട്ടി നോക്കട്ടെ എന്തൊക്കെയാണ് അവസ്ഥകൾ. സാധാരണ ഒറ്റ വട്ടം എനിക്ക് ഈ പാക്കേജ് ട്രിപ്പിൽ കറക്റ്റായിട്ട് എമൗണ്ട് കൂട്ടി തന്നിട്ടുള്ളൂ ഊബറുകാർ. അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയോട്ടെ.
1400 ശരിക്ക് വേണ്ടത്. അതിൽ നമുക്ക് കിട്ടിയത് 1332 രൂപ. പിന്നെ 126 എന്നുള്ളത് കിലോമീറ്റർ, 9 കിലോമീറ്റർ നമ്മൾ എക്സ്ട്രാ ഓടിയിട്ടുള്ളൂ. അപ്പോൾ 9 × 14 126. സമയം 1 മണിക്കൂറും 25 മിനിറ്റ് തോന്നുന്നുണ്ട്. 4 മണിക്കൂറിൻ്റെ ട്രിപ്പായിരുന്നു. 5 മണിക്കൂർ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറും 15 മിനിറ്റും, അപ്പോൾ 75 മിനിറ്റ്. 75 × 3, 1 മിനിറ്റിന് 3 രൂപയാണ്, 225. അതിലേക്ക് 1049. ശരിക്കുള്ള റേറ്റ് അതാണ് നമുക്ക് വന്നപ്പോൾ ഉള്ളതിന് 1049. അത് ഏത് 50 കിലോമീറ്ററും മറ്റേ 4 മണിക്കൂറിൻ്റെ സമയം റേറ്റാണ് ഈ 1049. അപ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ 1400 രൂപയാണ്. നമുക്ക് കിട്ടിയത് 1332. 1332, 68 രൂപയുടെ ചെറിയൊരു വ്യത്യാസം. പിന്നെ അതിൽ നമുക്ക് 20 രൂപ ടോളിൽ നിന്നൊരു ലാഭമായി വന്നിട്ടുണ്ട്. അപ്പോൾ 48 രൂപയുടെ ഒരു ചെറിയൊരു കുറവ് മാത്രം. അപ്പോൾ പാക്കേജ് ട്രിപ്പിൽ ഓട്ടോമാറ്റിക് റേറ്റ് കൂടും. അപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ ഒരു 50 രൂപ കൂട്ടി വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം അത്ര ഒരു കുറവുണ്ടാവും, കറക്റ്റ് എമൗണ്ട് ആയിരിക്കില്ല. അപ്പം ഇനി ഏതായാലും അടുത്ത ട്രിപ്പ് പിടിക്കാം. വൈറ്റില മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറക്കിയൊക്കെ തന്നെ സൈഡിൽ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, ഈ കണക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ സൈഡാക്കാൻ ആദ്യൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ അവിടെ ഒതുക്കാൻ പറ്റിയില്ല. ഒന്നുകൂടി ഫ്രണ്ടിൽ ഇടുമ്പോൾ ഒരു സെലേറിയോ ടാക്സിക്കാരവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ആ പോയ ഗ്യാപ്പിലാണ് കയറ്റുമ്പോൾ പോലീസ് പോയിക്കോ പറഞ്ഞു. അപ്പോൾ ടാക്സിക്കാരന് സെലേറിയോക്കാരന് ഫൈൻ അടിച്ചുകൊണ്ട് പോകണു. അപ്പോൾ അത് നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം 250-500 റുപ്യ ഫൈനും പോയാലേ പണി പോകണം. നമ്മൾ കറക്റ്റ് അവിടെ എത്താൻ നേരത്തെ പോലീസ് ഇങ്ങനെ നിന്നു, പറഞ്ഞു. അതുകൊണ്ട് കഴിച്ചില്ലായി നമ്മൾ. അല്ലെങ്കിൽ അതും പോയി ഇന്നത്തെ ഒരു ദിവസം. 5.5 മണിക്കൂർ, എത്ര 4 മണിക്കൂറും 5.5 മണിക്കൂർ ഈ ഒരു ട്രിപ്പുമ്പോൾ വെറുതെ പോയല്ല, പൈസ കിട്ടി. ടോട്ടൽ അപ്പോൾ 1453 രൂപക്ക് ഓടി. നമ്മളെ രാവിലത്തെ ഒരു 168 രൂപയുടെ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 1453 രൂപക്ക് ഇന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓടി നോക്കാം. ഒരു 10 മണി വരെ രാത്രി ഓടി നോക്കാം. ഇനി ബ്ലോക്കുള്ള സമയമാണ്, അതാണ് ഒരു സീന്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. റാപ്പിഡൊക്കെ ഓൺ ആയിക്കട്ടെ. റാപ്പിഡൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കാനും. നമുക്ക് 500 മീറ്ററിലൊരു പിക്കപ്പ് ഇട്ടിട്ടുണ്ട്. റാപ്പിഡോലെ കിട്ടിയിട്ടുള്ളത് 400 എത്ര ഉണ്ട് ക്യാഷ്. അപ്പോൾ ഊബർ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. വൈറ്റില സിഗ്നലിലാണുള്ളത്. ആള് വൈറ്റില മെട്രോൻ്റെ അവിടെയും തോന്നുന്നുണ്ട്, മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ്. നമ്മൾ ഡ്രോപ്പ് ചെയ്ത അതേ സ്ഥലം, നമ്മളെ പാക്കേജർ മറ്റേ ഹവർലി റെൻ്റിൽ ഡ്രോപ്പ് ചെയ്ത അതേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ്. ആളൊന്ന് വിളിച്ചു നോക്കട്ടെ, ജസ്റ്റ് സിഗ്നലിലാണെന്ന് പറയില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാനൊന്നുമില്ല. 400 റുപ്യയുടെ ട്രിപ്പല്ലേ. മൊത്തം പ്രശ്നം. ഞാൻ കൊടുക്കുന്ന കസ്റ്റമറെ തല്ലാൻ നിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ. ഇത് അവളെ ഉമ്മയായിരിക്കും, ഒരു പെണ്ണായിരുന്നു. അവള് മറ്റേ വീട്ടിൽ നിന്ന് തെറ്റിപ്പോന്നതാ. ഉമ്മ അവിടുന്ന് നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. രാവിലെ ഉച്ചക്ക് പോന്നിക്കണു പറഞ്ഞ് ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടാൻ പോകുന്ന ചെക്കനോട് പറയുന്ന പറഞ്ഞപ്പോൾ വേഗം വീട്ടിലേക്ക് പോവാണ്. ആകെ സീന്. അതിന്റെ കുറെ കഥകൾ പറയായിരുന്നു. ഉമ്മന്നെ ആയിരിക്കും അത്. ചിലപ്പോ ഒളിഞ്ഞാണ്ട് ഗ്യാപ്പിലിട്ട് നല്ല ഫൈറ്റ് നടന്നിക്കണു വീട്ടില്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഏതായാലും ട്രിപ്പ് കഴിഞ്ഞു, നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. 484 രൂപയാണ് നമുക്ക് കിട്ടിയത്. 25 എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു, 25 കിലോമീറ്റർ. ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. പട്ടിമറ്റാണ് സ്ഥലം. ഇനി അടുത്ത ട്രിപ്പ് അടിക്കാൻ നോക്കാം. നമുക്ക് ഊബർ ഓൺ ആക്കി നോക്കട്ടെ. ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 2.6K കിലോമീറ്റർ പിക്കപ്പ്, 6 മിനിറ്റ്. സമയം ഇപ്പോൾ 6:43 ആയിട്ടുണ്ട് കേട്ടോ സമയം. ആലുവക്കാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. 340 എത്ര രൂപ ഉണ്ട്. ഈ കാട്ടുമുക്കിന്ന് ട്രിപ്പ് അടിയില്ല എന്ന് വിചാരിച്ചതായിരുന്നു. 2 കിലോമീറ്റർ പിക്കപ്പിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഏതായാലും ആളെ പോയി പിക്കട്ടെ. രാജ് എന്നാണ് പേര്, രാജ്. ഇരുട്ടാവാൻ തുടങ്ങി. ഇന്നലെ നമ്മൾ പട്ടിമാറ്റാൻ വന്ന ആ മോശപ്പെട്ട റോട്ടിൽ കൂടിയാണ് ഇന്ന് പോകുന്നത്. ഇന്ന് പിന്നെ നേരം വെളുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ആ കുഴികളൊക്കെ കാണാൻ പറ്റി. ഇന്നലെ ചാടിയ കുഴി കാണാൻ നിൽക്കായിരുന്നു. അപ്പത്തിന് ഇവിടുന്ന് റേറ്റ് തിരിഞ്ഞു പോകുന്നു. ശരിക്ക് മറ്റേ തന്നെ ആയിരുന്നു വഴി. ഓള് പറഞ്ഞ് ഇതാണ് ഷോർട്ട് കട്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുന്നേ. എവിടെ ഷോർട്ടൊന്നും ഇല്ല. ഞാൻ നോക്കി ഇനി പോവാൻ 2.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 16 കിലോമീറ്റർ ആയാലും പൈസ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
അതിലേറെ 1 കിലോമീറ്റർ തികഞ്ഞില്ല. അപ്പൊ പിന്നെ വാങ്ങിയില്ല. പിന്നെ അവിടെ വീട്ടിൽ കയറിയിട്ട് അവള് വരാൻ നിൽക്കായിരുന്നു. ആരോ റോട്ടിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. അത് പെണ്ണ് കയറിയപ്പോ തന്നെ അടി തുടങ്ങിയിട്ടുണ്ടാവും. കയ്യിലുള്ള പൈസ ഒക്കെ തീർന്നു, വണ്ടിക്കൂലി ആയിട്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കഥകളൊക്കെ പറയായിരുന്നു. അപ്പൊ പിന്നെ അത് വാങ്ങിയിട്ട് പോന്നു വരും. 1 കിലോമീറ്റർ ആണ് എക്സ്ട്രാ ഓടിയിട്ടുള്ളൂ. ഏതായാലും അടുത്ത പിക്ക് ചെയ്യട്ടെ, അടുത്ത ആള്. ഒരു ഹമുക്ക് ഇതിപ്പോൾ ക്യാൻസലാവും. ക്യാൻസലായി. ഞാൻ കസ്റ്റമർ ഇറക്കിയിട്ട് എൻ്റെ നേരെ കുറച്ച് മുമ്പിലാണ് കാണിക്കുന്നത്. അവൻ വിളിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പ് കൂടി പോയി, അവൻ്റെ അതേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു മെട്രോൻ്റെ എക്സിറ്റിലാണ്. അപ്പോൾ ഞാൻ പറവൂർക്കവരെ പോയി സിഗ്നലിലൊക്കെ പോയി ബ്ലോക്കിലൊക്കെ കടന്ന് ഇവിടെ എത്തിയപ്പോൾ അവൻ പറയും ഞാൻ അപ്പുറത്താണ്, റോഡിൻ്റെ അപ്പുറത്ത്. ഞാൻ പിടിച്ച് 2 ഫിറ്റാണ് അടിച്ച്. ഹിന്ദിക്കാരനാണ്. അപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്തു പറഞ്ഞു. അങ്ങനെ ക്യാൻസൽ ചെയ്താണ് ഇപ്പോൾ ട്രിപ്പ്. 150 രൂപയുടെ അത്താണി ട്രിപ്പാണ്. അവിടുന്ന് ചിലപ്പോൾ റിട്ടേൺ ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഓൻ്റെ ഒലക്ക ചിലപ്പോൾ നമുക്ക് തന്നെ ട്രിപ്പ് അടിക്കും. വല്ല റിപ്പോർട്ട് അടിച്ചുകൂടാന്നാവോ. റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അവൻ അടുത്ത വണ്ടി ബുക്ക് ചെയ്ത് പോയിക്കോളൂ. അപ്പുറത്ത് ഞാൻ ആദ്യം അവിടെ ആയിരുന്നു. എന്നിട്ട് അവൻ ആദ്യം മെട്രോൻ്റെ എക്സിറ്റിലാണ് പറഞ്ഞത്. മെട്രോൻ്റെ എക്സിറ്റ് ഇവിടെയാണ്. എനിക്ക് തോന്നുന്നത് ആ മേലെ കൂടിയുള്ള വഴി കൂടി കയറിയാണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. ഹിന്ദിക്കാരനാണ്. എന്നിട്ട് അവിടെ പോയി ആ പറവൂർക്കവല പോയി ഞാൻ സിഗ്നലൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അവൻ അപ്പുറത്ത് ദേഷ്യം വന്നിട്ട് നമുക്ക് അടുത്ത പോയപ്പോൾ എന്താ 300 രൂപയുടെ തമ്മനം അടിച്ചു. തമ്മനം പാലാരോട്ടം തമ്മനായിരിക്കും. വിളിച്ചു നോക്കട്ടെ ഞാൻ. ഇവിടെ എവിടെയാണ്? ആ ട്രിപ്പ് ക്യാൻസലായത് നന്നായി. നീ ചേച്ചിയായിട്ടാണോ? ഇവിടെ കത്തിരിക്കട ഭാഗത്ത് നിൽക്കായിരുന്നു. അപ്പോൾ നമുക്കൊരു 300 മീറ്ററിൽ പിക്കപ്പ് ഇട്ടിട്ടുണ്ട്. മാവേലിപുരാണ്. ഞാൻ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഇടണോ വേണ്ടേന്ന് എഴുതി നിൽക്കായിരുന്നു. അപ്പോൾ കറക്റ്റ് സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കാണ് മാവേലിപുരം. അവിടെയാണ് വരുന്നത്. ട്രിപ്പ് കിട്ടിയാൽ മതിയേനു. ക്യാൻസലൊന്നും ആവാതെ എന്നാൽ കഴിച്ചിലായി. അപ്പോൾ ഈ ട്രിപ്പും പാടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരാൾ വരുന്നുണ്ട്. ഈ ട്രിപ്പും പാടെ കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യും. ഇയാളാണ് തോന്നുന്നത്. നമ്മളെ ട്രിപ്പ് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് മാവേലിപുരമായിരുന്നു. അപ്പോൾ ആള് കയറിയിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ആള് പോയിട്ടുണ്ട്, ഓഫായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കി പാർട്ടി ഉണ്ടായിന്ന് ചോദിച്ചു. കള്ള് കുടിച്ചുക്കണോന്ന് ചോദിക്കാനൊരു മടി, കാരണം ആൾ കുടിക്കാത്ത ആളാണെങ്കിൽ. അപ്പോൾ ഞാൻ പാർട്ടി ഉണ്ടായിരുന്നു ചോദിച്ചു. അല്ല, അത് 2 ദിവസം എനിക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടങ്ങളായിരുന്നു പറഞ്ഞു, ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. അപ്പം പറഞ്ഞാ സീറ്റ് നിർത്തിയിട്ട് വേണമെങ്കിൽ കിടന്നു, കുഴപ്പമില്ല പറഞ്ഞു. അല്ല കുഴപ്പമില്ല, ഇനി പോയിട്ട് കുളിച്ചിട്ട് ഉറങ്ങാം. അപ്പം കരുതി ഇനി ഉറങ്ങൂല എഴുതി. പിന്നെയും നോക്കുമ്പോൾ കാണാം ആള് തോന്നുന്നു. ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. 20 രൂപ ടിപ്പും തന്നിട്ടുണ്ട്. ഒരു താങ്ക്യും പറഞ്ഞു, ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് 20 രൂപ ടിപ്പിനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. 9:32 സമയം. നമ്മൾ ഊബറിൽ നിന്ന് ഏൺ ചെയ്തത് 2275 രൂപക്കാണ് ഏൺ ചെയ്തത്. റാപ്പിഡോയിൽ നമ്മൾ ഏൺ ചെയ്തത് 480 രൂപക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. ഫോൺ ഓഫായി. പിന്നെ അപ്പോൾ അത്രയുള്ള ഇന്ന് ഏൺ ചെയ്തത് 2200 ഊബറിലും 480 റാപ്പിഡോയിലാണ് ഇന്ന് ഏൺ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.